അതിപ്പോൾ ചിലർ ചോദിച്ചിട്ടുണ്ട്, ഈ റാപ്പ് മ്യൂസിക്കൊക്കെ എന്തിനാ ഈ വേടനെ പാടുന്നതെന്ന്. അത് പാടാൻ വേറെ ആളുണ്ടല്ലോ എന്നാണ്. അത് ചാതുർവർണ്ണയത്തിൻ്റെ ഭാഗമാണ്. ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അങ്ങനെയാണല്ലോ, ഓരോരുത്തർക്കും ഓരോ ജോലിയുണ്ട്, അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് ജോലി ചെയ്താൽ മതി. ഓരോരുത്തർക്കും നിൽക്കാനുള്ള ഇടമുണ്ട്, ആ ഇടത്തിൽ നിന്നാൽ മതി. ഇതാണ് ചാതുർവർണ്ണയത്തിൻ്റെയും മനുസ്മൃതിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട നിയമം. ആ നിയമമുള്ളതുകൊണ്ട് ഈ വേടൻ പാടുന്ന പാട്ട്, വേടനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് ഇത് എന്താണ്, കലാഭാസമാണ്. ഇവൻ്റെ തലയിൽ വേറെ കലയുണ്ട്, അത് ഫ്യൂഡൽ കലയാണ്. ക്ലാസിക്കലായിക്കാം ചിലപ്പോൾ, ജനാധിപത്യപരമായ ഒന്നല്ല. കല പല രീതിയിലും ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്, വളർന്നു വരുന്നുണ്ട് ലോകത്ത്. 2 3 പതിറ്റാണ്ടായിട്ട് തുടങ്ങിയിട്ടുള്ളതാണ് ഈ റാപ്പ്. റാപ്പ് ഇപ്പോൾ തുടങ്ങിയതൊന്നുമല്ല. പക്ഷേ ആ റാപ്പ് എന്തിനാണ് പട്ടികജാതിക്കാരൻ പാടുന്നത് എന്നാണ്. അത് മറ്റുള്ളവർ പാടുമല്ലോ, അത് പാടാനുള്ള ആളുകളുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പട്ടികജാതി വകുപ്പ് കൈകാര്യം ചെയ്യാനുള്ള മന്ത്രി പോലും ആരാവണം, ഉന്നത കുലജാതനാവണം എന്ന് പറയുന്ന മാനസിക നിലയുള്ള ഒരു നാടായി നമ്മുടെ നാട് അതായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേടൻ്റെ ആ കഴിവിനെ നമ്മളെല്ലാം അംഗീകരിക്കുന്നുണ്ട്. അതിനെതിരായിട്ട് വരുന്ന എല്ലാറ്റിനെയും അതിശക്തിയായിട്ട് എതിർക്കുകയും വേണം. അതിലും തർക്കമില്ല.